ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 14 വിശുദ്ധ മത്യാസ് ശ്ലീഹയുടെ തിരുനാൾ. മത്യാസ് എന്ന പേരിനർത്ഥം യാഹുവയുടെ സമ്മാനം എന്നാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ദൈവമാതാവിനോടൊരുമിച്ച് അത്താഴമുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നിർവഹിക്കാനുണ്ടായിരുന്നു. യൂദാസിന്റെ സ്ഥാനത്ത് വേറൊരാളെ നിയോഗിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ ആചാര്യസ്ഥാനം മറ്റൊരാൾ സ്വീകരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ പറയും പോലെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഭൂമിയിലായിരുന്ന കാലത്തെല്ലാം യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയതു മുതൽ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതുവരെ ശിഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരുവൻ പുനരുത്ഥാനത്തിന് സാക്ഷിയാകണം. അവർ രണ്ടുപേരുടെ നാമം നിർദ്ദേശിച്ചു. യുസ്തൂസ് എന്ന് വിളിക്കപ്പെടുന്നവനും ബർന്നബാസ് എന്ന അപരനാമം ഉള്ളവനുമായ യൗസേപ്പിനെയും മത്തിയാസിനെയും. അനന്തരം അവർ ഇങ്ങനെ അപേക്ഷിച്ചു: സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവേ, യൂദാസ് സ്വന്തം കുറ്റത്താൽ ശ്ലൈഹിക സ്ഥാനവും ആചാര്യത്വവും നഷ്ടപ്പെടുത്തി. അവൻ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നീട് അവർ നറുക്കിട്ടു. നറുക്ക് മത്തിയാസിന് കിട്ടി. അങ്ങനെ മത്തിയാസ് 11 ശ്ലീഹമാരോടുകൂടി എണ്ണപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ കൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് ശരീര നിഗ്രഹത്തെക്കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം കപ്പദോക്കിയായിലും കാസ്പിയൻ സമുദ്രതീരത്തും സുവിശേഷം പ്രസംഗിച്ചു. മത്തിയാസ് എത്യോപ്യയിൽ വെച്ച് രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധ മത്തിയാസെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.